തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചപ്പോൾ തന്നെ പലർക്കും പ്രതീക്ഷകൾ വളരെ കൂടുതലാണ്. എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കും. അതിനുശേഷമാണല്ലോ നരേന്ദ്രമോദിയും തിരുവനന്തപുരത്ത് വരികയൊക്കെ ചെയ്തത്. VV രാജേഷിനും പ്രത്യേക ഒരു താല്പര്യം തന്നെ ഉണ്ട് തിരുവനന്തപുരത്തോട്. മുൻകാലങ്ങളിലൊക്കെ തിരുവനന്തപുരം MP മാരായിട്ടുള്ളവരെ ഇപ്പോഴും വരുത്തന്മാരാണ്. തിരുവനന്തപുരത്തിന് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരുപക്ഷെ VV രാജേഷിലൂടെ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറും. രാജേഷിനെ സംബന്ധിച്ചിടത്തോളം രാജേഷിന് ഒരു അണ്ടർഡോഗിൻ്റെ ഗുണമുണ്ട്. അണ്ടർഡോഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ രണ്ടാമനായി നിൽക്കുന്ന ആളെയാണ് നമ്മൾ അണ്ടർഡോഗ് എന്ന്. അത് ഈ അണ്ടർഡോഗ് എന്ന് മലയാളീസാണ്. ഹോട്ട് ഡോഗ് നേട്ട ഡോഗ് എന്ന് വിളിച്ചു തന്ന ടീമാണ്. ആ ശശി തരൂർ പാവം കാറ്റൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാറ്റിൽ നിന്ന് വിളിച്ചു തന്ന ടീമാണ്. അണ്ടർഡോഗ് എന്ന് പറഞ്ഞാൽ ഒബാമ സ്വയം പറയുന്നതാണ് ഞാൻ അണ്ടർഡോഗാണ്. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാൻ രണ്ടാമനായി നിൽക്കുന്ന, അതാണ് അതിൻ്റെ അർത്ഥം. ഒന്നാമനായി നിൽക്കുന്ന മെയിൻ ഫോഴ്സ് വേറെ ഉണ്ടാവും, ഫൈറ്റർ വേറെ ഉണ്ടാവും. അങ്ങനെ രാജേഷ് സത്യം മേധാവുന്ന സമയത്ത് അങ്ങനെ ആളായിരുന്നു, അണ്ടർഡോഗ് ആയിരുന്നു. പിന്നെ അതിന് മുമ്പ് പക്ഷേ രാജേഷ് അങ്ങനെ ആയിരുന്നില്ല, മെയിൻ സ്ട്രീമിൽ നിറഞ്ഞു നിന്ന ഒരാളാണ്. പിന്നെ അത് പാർട്ടിയിൽ ചില നടപടികളൊക്കെ വന്ന് അങ്ങനെയാണ് രാജേഷ് പിന്നെ ഒതുക്കപ്പെട്ട പോലെ ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അണ്ടർഡോഗായി നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊരു ഉൾക്കാഴ്ച ഉണ്ടാവും, കാര്യങ്ങളെപ്പറ്റി ധാരണ, ഒരു വാശിയൊക്കെ വരും, ഞാൻ പ്രൂവ് ചെയ്യേണ്ടതാണ് എന്നുള്ളത്. രാജേഷിന് ഇപ്പോൾ അതുണ്ട്. എനിക്കത് മുമ്പ് രാജേഷ് മേഘായിരുന്നു, ഇത്രയും രാജേഷിന് അത് ഡെലിവർ ചെയ്യാൻ പറ്റില്ലേ. ഇപ്പം രാജേഷിന് പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു, രാജേഷിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. CPM ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ് അത് ഇത്. ചില ആളുകൾ ചാനലിൻ്റെ അടുത്ത് രാജേഷിനെ തെളിവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആരാന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സുഹൃത്താണ്, രാജേഷിനെ തെളിവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം രാജേഷിൻ്റെ മനസ്സിലുണ്ടെന്നു. അത് രാജേഷ് വളരെ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. അപ്പം രാജേഷ് ഒന്നാമത് ഇടപെട്ടെന്ന് പറഞ്ഞാൽ മേഘായ സമയത്ത് തന്നെ ഈ തിരുവനന്തപുരത്ത് പട്ടിശല്യം വളരെ രൂക്ഷമാണല്ലോ. അപ്പോൾ അതിനെ പട്ടികളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ഒരു സെൻറ്റർ തുടങ്ങി, വന്ധ്യംകരിച്ചു. അത് ഏതാണ്ട് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പം പോലെ അലഞ്ഞു നിന്ന പട്ടികളെ തിരുവനന്തപുരം കാണുന്നില്ല. അതല്ല, ഇപ്പം വിളിച്ചു കഴിഞ്ഞാൽ അവർ എടുത്തുകൊണ്ടുപോവുകയും ചെയ്യും. അത് രാജേഷ് ഈ ചെറിയ സ്പാൻ ഓഫ് ടൈമിനുള്ളിൽ ചെയ്ത വലിയൊരു കാര്യമാണ്. ഇപ്പം അതിനുശേഷം രാജേഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഒരു കോൺക്ലേവ് വിളിക്കാൻ പോകുമെന്ന് കേട്ടു ഈ മാസം. അപ്പോൾ ഈ കോൺക്ലേവിൽ തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിൻ്റെ സമഗ്രമായ വികസനമാണ്. അതിൽ രാഷ്ട്രീയത്തിൻ്റെ പക്ഷപാതിത്വമൊന്നുമില്ല. അതിലെല്ലാ തരം ആളുകളെയും, BJP അനുഭവമുള്ള ആളുകളാണ്, കോൺഗ്രസ് അനുഭവമുള്ള ആളുകളാണ്, അതുപോലെ തന്നെ വലിയ ഒഫീഷ്യൽസിനെ, ബ്യൂറോ, എല്ലാം തന്നെ എക്സ്പേർട്ടുകളെയാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് രാജേഷ് വിളിച്ചിട്ടുള്ളത്. അപ്പം തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾ മുമ്പ് നമ്മൾ സജസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന് ഗതാഗതക്കുരുക്കാണ് ഒരു പ്രശ്നം, രണ്ടാമത്തെ വെള്ളപ്പൊക്കമാണ്, വേറൊന്ന് ജലവിതരണമാണ്. ഇതൊക്കെയാണ് തിരുവനന്തപുരം നേരിടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഓരോന്നും തരംതിരിച്ചുകൊണ്ട് ഓരോന്നിനും ഓരോരോ സെഷൻ വെച്ചുകൊണ്ടുള്ള 2 ദിവസത്തെ കോൺക്ലേവാണ്. അത് ഇത്രയും കാലം ഇവിടെ വലിച്ച ഒരു മേയർക്കും തോന്നാത്ത കാര്യമാണ്. ഇത്രയും കാലം ഇവിടെ പലരും വിളിച്ചിട്ടുണ്ട്, അവർക്ക് ഒരു മേയർക്കും ഇങ്ങനെ തോന്നിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ രാജേഷ് നന്നായിട്ട് ഗൃഹപാഠം ചെയ്യുന്നുണ്ട്. അവനെ അല്ലെങ്കിൽ രാജേഷിനെ ശക്തമായിട്ട് ഉപദേശിക്കുന്ന ആരോന്നുണ്ട്. ചിലപ്പോൾ RSSകാരായിരിക്കും. എനിക്ക് തോന്നുന്നു BJP നേതൃത്വത്തിനകത്ത് തന്നെ രാജീവിന് ഇത്തരം സാധനങ്ങളൊക്കെ തലയിൽ പോകുന്ന ആളാണ് രാജീവ്. ഒന്നെങ്കിൽ രാജീവ് ആണെങ്കിൽ RSSൽ ഇങ്ങനെ ഒരു വിങ് ഉണ്ട്. ആരും നമ്മൾ അറിയില്ല, നമ്മളെ ഇടയിലൊക്കെ ഉണ്ടാവും, പക്ഷെ അവരൊന്നും പുറത്തും അറിയില്ല. ഇതിലാരോന്നാണ്. പിന്നെ രാജേഷിൻ്റെ ഒരു ബ്രെയിനും ഉണ്ടാവും. പിന്നെ ഈ CPM RSSരൊക്കെ എന്താ ചെയ്യുമ്പോൾ നമ്മൾ ആ വ്യക്തികളല്ല, മറിച്ച് ആ പ്രസ്ഥാനത്തിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അതിന് യെസ് കിട്ടാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഇതൊരു നല്ല കാര്യമാണ്. കാരണം രാജേഷ് ഈസ് സീരിയസ് അബൌട്ട് ഇറ്റ്. ഹി മീൻസ് ബിസിനസ്. ഈ ബിസിനസ് തന്നിട്ട് രാജേഷ് അഴിമതി നടത്തുന്നല്ല ഉദ്ദേശം. മീൻസ് ബിസിനസ് എന്താ ചെയ്യാൻ എന്നുള്ള അർത്ഥത്തിൽ. ഈ മല്ലൂസിനോട് ഇംഗ്ലീഷ് പറഞ്ഞാൽ വലിയൊരു കുഴപ്പമാണ്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല അവന്മാർ കാണുക. എന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിനുള്ള ഇത്തരത്തിലൊരു ചർച്ച ഒരു 10-20 കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര കഷ്ടപ്പെട്ടു. ഇത് മുമ്പ് ഉണ്ടായിരുന്നെങ്കിലുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ റോഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വിശാലമായിരിക്കും. പക്ഷേ ഇത് ഉള്ളോട്ട് കഴിഞ്ഞാൽ പെരുമ്പാവിൻ്റെ വായ പോലെയാണ്. ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒരു ഓട്ടം അങ്ങോട്ട് വന്നാൽ നമ്മൾ വിടും, വണ്ടി വരെയും. ഈ രീതിയിലാണ് മിക്ക ഹൗസിംഗ് ബോർഡ്, എല്ലാം വലിയ പൈസക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഇത് അന്നേ അർബൻ ഡെവലപ്മെൻറ്റിൻ്റെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ആകപ്പാടെ വ്യത്യാസം എനിക്ക് തോന്നിയത്, കവടിയാറിലൊരു മമ്മി കോളേജ് ഉണ്ട്, ബാബു പോളൊക്കെ താമസിക്കും. അവിടെ IAS IPS ആ റോഡ് നല്ല വീതിയാണ്. കാരണം ആ വീടുള്ളവന്മാരാണ് അവിടെ താമസിക്കുന്നത്. റോഡ് നല്ല വീതിയാണ്. ബാക്കി ഒരു വണ്ടി ഇങ്ങോട്ട് വന്നാൽ മറ്റേ വണ്ടി ഗേറ്റിൽ തുറന്നു കൊടുക്കില്ലല്ലോ. ബാൽക്കണിയിൽ നിന്ന് നമ്മളിങ്ങനെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കൗട്ട് എടുത്ത് കളിക്കുന്നുണ്ടെങ്കിൽ രസിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സ്ഥിതി. എല്ലാം വലിയ വലിയ മനുഷ്യന്മാരായിരിക്കും. അപ്പോൾ ഇതൊക്കെ അർബൻ ഡെവലപ്മെൻറ്റ് പ്ലാൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു വലിയ നഗരങ്ങളൊക്കെ നിങ്ങൾ വീടുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ റോഡിന് ഇത്ര വിടണം, ഇത് കൃത്യമായ നിയമങ്ങൾ. വീട് ഈ രീതിയിലായിരിക്കണം. ഇവിടെ അങ്ങനെ സാധനമില്ല. അടുത്ത വീട്ടുകാരുടെ പറമ്പിൽ വെള്ളം വീഴാതെ നോക്കിയാൽ മതി. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ റോഡിന് മിനിമം എത്ര വിടണം. അത് ഉള്ളിലെ റോഡുകളൊക്കെ പ്രശ്നമില്ല. ഈ റോഡുകൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് വണ്ടി പോകാൻ വേണ്ടിയിട്ടല്ലേ.
അല്ലെങ്കിൽ ഈ ഹൗസിംഗ് കോളനിയിലെ വീടുകളൊക്കെ എന്ത് ചെയ്യണം, വൺ വേ ആക്കണം. എന്താ പ്രശ്നം? ഇത് അതുമല്ല. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു അമ്മാവൻ കൊണ്ടുവച്ച് ബൈക്ക് കൊണ്ടുവച്ചിടുകയും ചെയ്യും. ഇങ്ങനെ സിവിക് സെൻസ് വളരെ കമ്മിയാണ്. ഇത് തിരുവനന്തപുരത്ത് മാത്രമേ, എറണാകുളമാണെങ്കിൽ കോഴിക്കോടാണെങ്കിൽ. പിന്നെ ശശി തരൂര് 2009 MP ആയ സമയത്ത് പറഞ്ഞതാണ് തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കുമെന്ന്. ശശി തരൂർ അങ്ങനെ പലതും മൂപ്പർക്ക് സ്വപ്നങ്ങളുണ്ട്. അത് എങ്ങനെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് അറിയില്ല. മൂപ്പർക്ക് സുരേഷിനെ പോലെ ഒരു സഹായിനെ കിട്ടിയില്ല. അതാണ് മൂപ്പരുടെ പ്രശ്നം. ഈ രാജീവിൻ്റെ കാര്യം എന്ന് വെച്ചാൽ രാജീവിന് ബുദ്ധിയും വിവരവും വിഷനും ഒക്കെ ഉണ്ട്. അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇവിടെ നല്ല ഗ്രാസ് റൂട്ടിലുള്ള സ്വാധീനമുള്ള കാര്യങ്ങൾ അറിയാവുന്ന അതാണ് സുരേഷ്. അതെന്ന് വെച്ചാൽ അർജുനന് കൃഷ്ണനെ പോലെയാണ് സുരേഷ് രാജീവിന്. ഇങ്ങനെ അങ്ങനെ ആളെ കിട്ടിയില്ല. ശശി തരൂരിൻ്റെ പ്രശ്നം, ശശി തരൂർ സ്റ്റാഫിൽ വിവരമുള്ള ആളുകളൊക്കെ ഉണ്ട്. ശശി തരൂർ എവിടെ നിൽക്കുന്നു? ശശി തരൂർ രജനീകാന്ത് ആണെങ്കിൽ ഇവര് ജനാർദ്ദനാണ്. ഈ ഒരു ഡിഫറൻസ്, ഈ ഗ്യാപ്പ് ഉണ്ട്. അതാണ് ശശി തരൂരിൻ്റെ പ്രശ്നം. പിന്നെ ശശി തരൂർ എടുക്കാൻ കൊള്ളാത്ത വർത്തമാനം പറഞ്ഞത്. ബാഴ്സലോണ ആക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല. അന്നത്തെ മേയർ ചന്ദ്രികയുമായിട്ട് ഇതിനു വേണ്ടി വലിയൊരു പോര് നടന്നു. പോരേ നടക്കാറുള്ളൂ, കാര്യങ്ങളും ചെയ്യില്ല. പിന്നെ ശശി തരൂർ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ സിസ്റ്റം അനുവദിക്കില്ല. എന്നാൽ ശശി തരൂർ മോളിൽ നിന്ന് വന്നുകൊണ്ട് എല്ലാം സുഖമായിട്ട് നടക്കുന്ന UN പോലെയുള്ള സിസ്റ്റത്തിലാണ്, വെസ്റ്റേൺ സൊസൈറ്റി പോലെ സിസ്റ്റത്തിലാണ് ശശി തരൂർ വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് ഇവിടെയുള്ള ഉള്ളുകളികൾ, ഇവിടെയുള്ള ആളുകളെ സങ്കുചിത മനസ്ഥിതി ഒന്നും മൂപ്പർക്ക് അറിയില്ല. അല്ല, ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മുമ്പ് അറിയില്ലായിരുന്നു. ഇപ്പം മൂപ്പര് വലിയ വർത്തമാനം പറയാറില്ല. പക്ഷേ അതേപോലെ അല്ല പിന്നെ രാജേഷ് ഇവിടെയുള്ള സകല ഉടായ്പ പറയാം. ഇവിടെയുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു രാജേഷിന് നന്നായിട്ട് അറിയാം. രാജേഷ് അനുഭവിച്ചല്ലേ. അതുകൊണ്ടാണല്ലോ പാളയം മാർക്കറ്റിലും ചാല മാർക്കറ്റിനകത്തും കയറിയത്. അതെ, രാജേഷ് കൃത്യമായി ഗൃഹപാഠം. പിന്നെ രാജേഷ് ഇവിടെയുള്ള സകല സ്ഥലത്തോടും സഞ്ചരിച്ചിട്ടുണ്ട്. രാജേഷ് പൊതുവെ ബൈക്കിലായിരുന്നു. നമ്മൾ ചർച്ചയിലൊക്കെ എടുക്കുന്ന സമയത്ത് രാജേഷ് ഒരു ബൈക്കിൽ, ഏതോ ഒരു പയ്യന്റെ ബൈക്കിന്റെ പിന്നിൽ ഇരുന്നാലും മിക്കവാറും വരിക. അല്ല, രാജേഷിന്റെ ബൈക്കിൽ തന്നെയാണ് വരിക. അപ്പൊ രാജേഷിന് അറിയാം. അതാണ് രാജേഷിന്റെ ഒരു ഗുണം. ഈ VS കൊണ്ടൊക്കെ പറഞ്ഞ പോലെ പിണറായിക്ക് ഈ ഗുണം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലായതോടെ നഷ്ടപ്പെട്ടു പോയി. അതാണ് പിണറായിക്ക് ഈ ഗുണം ഉണ്ടായിരുന്നു. താഴെ തട്ടുന്ന കാര്യങ്ങൾ അറിയാവുന്നു. എവിടെ വശം മുമ്പ് നഷ്ടപ്പെട്ടു പോയി. ഈ VS മരിക്കുന്നവരെ ഒരു ഗുണം ഉണ്ടായിരുന്നു. ഈ രാജേഷിന് ഗുണമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കോൺക്ലേവ് ഒരു നല്ല തുടക്കമായിരിക്കും. ഈ രാജേഷ് ഈസ് വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് വെള്ളപ്പൊക്കം എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു. വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഇയാളാണ്, നമ്മളെ അച്ചടി പ്രഭാകരൻ്റെ മോനല്ലേ, ബിജു പ്രഭാകരാണ്. അയാളാണ് തിരുവനന്തപുരത്ത് തുടക്കത്തിൽ 10 വർഷമായി. പിന്നെ ഒന്നും നടന്നിട്ടില്ല. 10 വർഷം അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അത് തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിലെങ്കിലും ഓക്കെ ആക്കി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു നല്ല നീക്കമാണ്. പക്ഷേ അതിനകത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത്തിരി റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം അനധികൃത കയ്യേറ്റങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അത് തിരുവനന്തപുരത്തിൻ്റെ കാര്യം, കയ്യേറ്റം ചില പ്രമുഖരായ ആളുകളാണ് കയ്യേറ്റം നടത്തുന്നത്. അവരെല്ലാവരും ഒതുക്കിക്കളയും. അതാണ് കാര്യം. അത് പൈസ കൊടുത്തോ അല്ലെങ്കിൽ സ്വാധീനിച്ചു കളയും. അപ്പോൾ രാജേഷ് ശരിക്കും മാറാൻ തുടങ്ങിയാൽ പല പ്രമുഖരുടെയും ഷോപ്പുകൾ പൊളിക്കേണ്ടതായിട്ട് വരുന്നു. പക്ഷെ രാജേഷ് ആ ഉദ്ദേശം എന്നാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരത് രാജീവിൻ്റെയും പിന്നെ മുരളിയുടെയൊക്കെ സഹായത്തോടു കൂടി പ്രധാനമന്ത്രി നേരിട്ട് അവതരിപ്പിക്കും. എന്നിട്ട് അവിടെ നിന്ന് സാക്ഷ്യം മേടിച്ചിട്ട്, ഇവിടെ ഏതായാലും മെട്രോ സിറ്റി ആണല്ലോ, മറ്റേ മോഡിയുടെ സിറ്റിയുടെ സ്മാർട്ട് സിറ്റിയാണ്. അതുകൊണ്ട് അപ്പോൾ മോഡിയുടെ ആശീർവാദത്തോടു കൂടി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ലൈറ്റ് മെട്രോയൊക്കെ വരികയല്ലേ. പിന്നെ അവർക്കൊരു 3 MLA-മാർ ഉള്ളതുകൊണ്ട് അവിടെ വലിയ ഉടായ്പ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് 2 തിരുവനന്തപുരത്തിനാണ്. അവർക്ക് എക്സ്പോസ് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ടൊരു നല്ല നീക്കമാണ്. നമുക്കിപ്പോൾ രാജേഷ് അല്ല, ആര്യരാജൻ ആരിവിടെ നിന്നാലും നമുക്ക് തിരുവനന്തപുരം നന്നായി കാണും. തിരുവനന്തപുരം വാസിയെന്ന രീതി നമ്മളെ സന്തോഷം അതാണ്. രാജേഷ് വളരെ സീരിയസ് ഒരു മേയർ ഉണ്ടെന്നുള്ളൊരു ഫീലുണ്ട്. വെറുതെ ഒരു മേയറല്ല, വെറുതെ ഒരു ഭാര്യ എന്നൊക്കെ പറഞ്ഞ വെറുതെ ഒരു മേയറല്ല. അങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. രാജേഷിൻ്റെ പേരോടെ പതിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.